അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രത്യേകമായ പദ്ധതിയായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആരാധനാലയമാണ് ശബരിമല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം അവർ നടത്താൻ തയ്യാറായി. അതിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്. ആ സ്വീകാര്യത നമ്മൾ കുറച്ച് കണ്ടതില്ല. എന്തിനേയും രാഷ്ട്രീയമായി വക്രീകരിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അതേസമയം നമ്മുടെ ഒരു കൂട്ടർ അതിൻ്റെ ബദൽ സമാന്തര അയ്യപ്പ സംഗമം നടത്താനും തയ്യാറായി. അതെല്ലാം പൊളിഞ്ഞു പാളീസായ നിലയാണല്ലോ ഉണ്ടായത്. നല്ല സ്വീകാര്യതയാണല്ലോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ടായത്. അത് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിന് ഒരു തരത്തിലുള്ള സ്വീകാര്യതയും ലഭിച്ചില്ല. ആരും അതിനോടൊപ്പം ചേരുന്ന നിലയുണ്ടായില്ല. വിശ്വാസി സമൂഹം അവരൊന്നും ഇതിൻ്റെ ഭാഗമായില്ല. പിന്നെ LDFനെതിരെ ഏതൊക്കെ രീതിയിൽ പ്രചരണം നടത്താൻ പറ്റും എന്നത് സ്വാഭാവികമായി ഇവർ ആലോചിക്കും. നമ്മുടെ പ്രതിപക്ഷം അത് സ്ഥിരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ 2021 പ്രചരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. 2021 കേരളമാകെ LDF വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ചിത്രമാണല്ലോ ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണല്ലോ ഞങ്ങൾക്ക് 99 സീറ്റ് ജനങ്ങൾ സമ്മാനിക്കുന്നത്. അപ്പോൾ അന്ന് ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണങ്ങളാണല്ലോ അഴിച്ചുവിട്ടിരുന്നത്. LDFും LDF സർക്കാരും എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറാകുന്നവരാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനാണല്ലോ ശ്രമിച്ചത്. എല്ലാ തരത്തിലും അതിന് വൻ പ്രചാരവേല കൊടുത്തല്ലോ. എത്ര പരിഹാസ്യമായ നിലയായിരുന്നു എന്നോ ഇപ്പോൾ ആലോചിച്ച് നോക്കും. ബിരിയാണി ചെമ്പും അതിനകത്ത് സ്വർണം വന്ന കാര്യവും ഒക്കെയല്ലേ പ്രചരിപ്പിച്ചിരുന്നത്. അതിൻ്റെ പിന്നാലെ അതിന് വിശ്വാസ്യത പകർന്നുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളും വട്ടമിട്ട് പറന്നല്ലോ. ഇതൊക്കെ LDFനെ പൂർണ്ണമായി തകർക്കാനാകും എന്ന ധാരണയിൽ ചെയ്ത കാര്യമാണല്ലോ. പക്ഷേ ജനങ്ങൾ അതാണോ നമുക്ക് വിലക്കെടുത്തത്? ഞങ്ങൾക്ക് ജനങ്ങളെക്കുറിച്ച് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം. ജനങ്ങൾ അന്തിമവിധി പ്രഖ്യാപിക്കട്ടെ എന്നാണ് അന്നും ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്നും നടത്തുന്ന ഈ പ്രചാരവേലക്കെല്ലാം അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.